ഒരു 50 വയസ്സായാലും 60 വയസ്സായാലും ഒക്കെ നമ്മുടെ മുടി നല്ല കട്ടിയോടുകൂടിയും കറുപ്പോടുകൂടിയും ഒരു നര പോലും ഇല്ലാതിരിക്കാൻ സഹായിക്കുന്ന ഒരുപാട് ഹെയർ പാക്കുകളും ഹെയർ ഡൈകളും ഒക്കെ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തിട്ടുണ്ട്. അതുപോലൊരു ഹെയർ ഓയിലാണ് നിങ്ങൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നത്. നല്ല രീതിയിൽ നമ്മുടെ മുടി വളർച്ചയ്ക്കും മുടി റൂട്ടിൽ നിന്ന് വരുന്ന മുടി പോലും കറുത്ത മുടിയായിട്ട് വരാൻ സഹായിക്കുന്ന ഒരു ഹെയർ ഓയിലാണ് ഇത്. കുഞ്ഞു കുട്ടികൾ മുതൽ ആർക്ക് വേണമെങ്കിലും തേക്കാം. അപ്പം ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തു പോകുന്നതുകൊണ്ടാണ് എനിക്ക് ഈ ഒരു 51ാമത്തെ വയസ്സിലും ഒരു മുടി നര പോലും ഇല്ലാതെ ഞാൻ ഇങ്ങനെ കൺട്രോൾ ചെയ്തു പോകുന്നത്. അപ്പോൾ എന്താണ്, നമ്മുടെ വീട്ടിൽ തന്നെയുള്ള നാച്ചുറൽ സാധനങ്ങൾക്ക് നമുക്ക് ഇതുപോലുള്ള ഹെയർ ഓയിൽ ഉണ്ടാക്കി തേക്കാവുന്നതേ ഉള്ളൂ. ഹലോ ചക്കരകളെ, എല്ലാവരും എന്ത് പറയുന്നു? സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുന്നു വിശ്വസിക്കുന്നു. ഇന്നത്തെ ഒരു ടിപ്സ് എന്താണെന്ന് അറിയണ്ടേ? നമ്മുടെ റൂട്ടിൽ നിന്നുള്ള മുടിയെ വരെ കറുകറുപ്പൻ മുടിയായിട്ട് വളരാൻ സഹായിക്കുന്ന ഒരു ഹെയർ ഓയിലാണ്. എല്ലാവരും എന്താണ്, ചെറിയൊരു നര തുടങ്ങുമ്പോഴേ പോയി കെമിക്കൽ ഡൈ വാങ്ങിച്ച് തേച്ചിട്ട് പെട്ടെന്ന് തന്നെ ബാക്കിയുള്ള മുടിയെല്ലാം നരച്ചു പോകുന്നു അല്ലേ? ഇപ്പോൾ കുഞ്ഞു കുട്ടികൾ മുതൽ ഒരു 10-12 വയസ്സ് മുതലേ തുടങ്ങും മുടിയിൽ നര വരും. അപ്പോൾ എന്താണ്, ഒരിക്കലും നിങ്ങൾ സ്കിന്നിന് ഡോക്ടറെ പോയി കെമിക്കൽ മേടിച്ച് കഴിഞ്ഞ് അതിൽ അപ്ലൈ ചെയ്ത് സിറങ്ങളും കാര്യങ്ങളും ക്രീമുകളും ഒക്കെ അപ്ലൈ ചെയ്തിട്ട് എന്താണ്, നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ മുടി നശിപ്പിച്ച് കളയരുത്. അത് പിന്നീട് തലമുടി കൊഴിച്ചിലേക്കും. അതുകൊണ്ട് നിങ്ങളെന്താണ്, അങ്ങനെയുള്ളൊരു തുടക്കത്തിൽ ഇപ്പോൾ കുഞ്ഞുമക്കൾക്കൊക്കെ അങ്ങനെ തുടക്കം കാണുമ്പോൾ നിങ്ങൾ ഈ ഒരു എണ്ണ കാച്ചി അവർക്ക് ഉപയോഗിച്ച് നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടും. പ്രായഭേദമന്യേ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു നാച്ചുറൽ ഹെയർ ഓയിലാണ് പ്രിപ്പയർ ചെയ്ത് കാണിക്കുന്നത്. നമ്മുടെ വീട്ടിൽ തന്നെയുള്ള വളരെ കുറച്ച് സാധനങ്ങൾ ഉപയോഗിച്ചാണ് ഈ ഹെയർ ഓയിൽ പ്രിപ്പയർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് യാതൊരു സൈഡ് എഫക്റ്റും ഇല്ല. പക്ഷേ മുടി നല്ല കറുകറുപ്പൻ മുടിയായിട്ട് വരും. ഈ ഒരു കാര്യം ചെയ്യേണ്ട രീതിയിൽ ചെയ്തു പോവുകയാണെങ്കിൽ നല്ലൊരു റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ എല്ലാവരും എന്താണ്, വീഡിയോ സ്കിപ്പ് ചെയ്യാനേ കാണുക. വീട്ടിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു കുഞ്ഞു ലൈക്ക് തരാനും മറന്നുപോലെ. അതിനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് എന്താണ്, കുറച്ച് മുരിങ്ങയിലയാണ്. അപ്പം മുരിങ്ങയില ഏറ്റവും നല്ലതാണ് നമ്മുടെ മുടി വളർച്ചയ്ക്കും മുടി നല്ല കറക്കാനായിട്ടും. എൻ്റെ എല്ലാ എണ്ണയിലും ഞാൻ നമ്മുടെ മുരിങ്ങയില ചേർക്കാറുണ്ട്. മുരിങ്ങയില നമുക്ക് കഴുകി വൃത്തിയാക്കി മാറ്റുക, എത്രയാണെന്നൊക്കെ പറയാം. പിന്നീട് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ ഉലുവ, ഇത് 100 മില്ലി എണ്ണയ്ക്കാണ് ഞാൻ കാച്ചി കാണിക്കുന്നത്. 2 ടേബിൾ സ്പൂൺ ഉലുവ ഒന്ന് ചൂടാക്കി പൊട്ടിച്ചെടുക്കുക. ഒന്ന് പൊട്ടിത്തുടങ്ങുമ്പോഴത്തേനും നമുക്ക് ഒരു 1.5 കൈപിടിയോളം മുരിങ്ങയിലയും 1.5 കൈപിടിയോളം, 2 കൈപിടിയാണെങ്കിലും കുഴപ്പമില്ല, കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ഒരു 2 ടീസ്പൂണോളം കരിഞ്ജീരകം കൂടെ ചേർത്ത് ഇടുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതാണ്. അപ്പോൾ എൻ്റെ അടുക്ക കരിഞ്ജീരകം ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ കാണിക്കുന്നത്. നേരത്തെ ഞാൻ ഈ എണ്ണ ഉപയോഗിക്കുമ്പോൾ കരിഞ്ജീരകം കൂടെ ചേർത്തിരുന്നു. ഇന്ന് കരിഞ്ജീരകമില്ല. അതുകൊണ്ട് നിങ്ങൾ മസ്റ്റായിട്ടും ഒരു 2 ടീസ്പൂൺ കരിഞ്ജീരകം കൂടെ ചേർത്തോളൂ. അപ്പോൾ എന്നിട്ട് ആദ്യം കരിഞ്ജീരകവും ഉലുവയും ചേർത്ത് കൊടുക്കണം. അതൊന്ന് പൊട്ടി തുടങ്ങുമ്പോഴത്തേനും മതി നമ്മുടെ ഈ ഒരു കറിവേപ്പിലയും അതുപോലെ തന്നെ മുരിങ്ങയിലയും ചേർക്കാൻ. കറിവേപ്പില മുടിക്ക് ഒത്തിരി നല്ലതാണെന്നറിയാം, ഉലുവ മുടിക്ക് ഒത്തിരി നല്ലതാണ്, അതുപോലെ തന്നെ നമ്മുടെ കരിഞ്ജീരകം നല്ലതാണ്, അതുപോലെ തന്നെ നമ്മുടെ മുരിങ്ങയില ഒരുപാട് നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിനകത്തേക്ക് കുറച്ച് നെല്ലിക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒന്ന് മുരിഞ്ഞ് വരുന്ന സമയത്താണ് ഞാൻ ഒരു നെല്ലിക്കാപ്പൊടി ചേർത്ത് കൊടുത്തത്. എന്നിട്ട് അതിനുശേഷം നമുക്ക് ഇതുപോലൊന്ന് ഫ്രൈ ആക്കിയിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഫൈൻ പൗഡറൊന്നും ആകണ്ട, ഒന്നൊരുമാതിരി ക്രഷ് രൂപത്തിൽ അതിനെക്കാട്ടി കുറച്ചും കൂടെ രീതിയിലൊന്ന് പൊടിച്ചെടുക്കാം. എന്നിട്ട് നമുക്കൊരു ചൂടായ കട്ടിയുള്ളൊരു ചീനച്ചട്ടി അടുപ്പിൽ വെക്കുക. ഇരുമ്പ് ചീനച്ചട്ടിയിൽ വെച്ചുണ്ടാക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതാണ്. നിങ്ങൾക്ക് നരമുടിയൊക്കെ ഉള്ളവർക്ക് കുറച്ചും കൂടെ നല്ലതാണ് ഇരുമ്പ് ചീനച്ചട്ടിയിലെല്ലാം ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പം ഇത് ഒരു 100 മില്ലി എണ്ണയാണ് ഒഴിച്ചേക്കുന്നത്. അപ്പോൾ 100 മില്ലി നല്ല നാടൻ ചക്കിലാട്ടിയ വെളിച്ചെണ്ണയാണ് ഞാൻ എടുത്തേക്കുന്നത്. നല്ല വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് അഥവാ വെളിച്ചെണ്ണ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നല്ല ക്വാളിറ്റിയുള്ള വെളിച്ചെണ്ണ കടയിൽ നിന്ന് മേടിക്കാൻ ശ്രമിക്കുക. അപ്പോൾ അതിലേക്ക് ചൂടായ എണ്ണയിലേക്ക് നമുക്കിത് ഇട്ട് കൊടുക്കുക. എന്നിട്ടിത് പതിയെ തീ കുറച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് മാത്രം 5-6 മിനിറ്റ് മാത്രം നമ്മൾ ഇളക്കി കൊടുത്താൽ മതി. ഒരുപാട് നേരം വെക്കണ്ട, കാരണം ഇതെല്ലാം ഫ്രൈ ചെയ്ത സാധനങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഒത്തിരി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ എണ്ണ കരിഞ്ഞു പോകും. അതുകൊണ്ട് നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, നല്ല രീതിയിൽ ഈ ഒരു എണ്ണ കറുത്ത് വരുന്നതായിട്ട് കാണാൻ സാധിക്കും. എന്തായാലും നിങ്ങൾ എണ്ണ ആദ്യമായിട്ടുണ്ടാക്കുകയാണെങ്കിൽ ഇത് കറുത്ത് വരുന്ന ഒരു സമയം വരെ ഇളക്കിക്കൊണ്ട് ഇരുന്ന് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ കരിഞ്ജീരകം കൂടെ ഇട്ട് കഴിയുമ്പോൾ നല്ല കട്ട കറുപ്പായിരിക്കും. അപ്പോൾ ഇന്നെനിക്ക് കരിഞ്ജീരകം ഇല്ലാത്തവനാണ് ഇടാത്തത് കേട്ടോ. അപ്പോൾ ഇതുപോലെ നല്ല എണ്ണ നല്ല കറുത്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒരു കരിമ്പച്ച കളറാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. കരിഞ്ജീരകം ഇടുമ്പോൾ നല്ല കറുപ്പ് വരും. അപ്പോൾ ഇതൊന്ന് ഒഴിച്ചെടുക്കുക കേട്ടോ.
സാധാരണ ആൾക്കാർക്കൊക്കെ തേക്കാനാണെങ്കിൽ മുടി നരയൊന്നും ഇല്ലാത്തവർക്ക് തേക്കാനാണെങ്കിൽ കരിഞ്ജീരകം ഇടണം നിർബന്ധമൊന്നുമില്ല കേട്ടോ. എന്നിട്ട് ഇതൊന്ന് അരിച്ചെടുക്കുക. എന്നിട്ട് ഒരു വെള്ളം ഇല്ലാത്ത കുപ്പിയിൽ സൂക്ഷിച്ച് വെക്കുക. പ്ലാസ്റ്റിക് ടിന്നുകളും സൂക്ഷിച്ച് വെക്കാം, കുപ്പിയിൽ സൂക്ഷിച്ച് വെക്കാം, വെളിയിൽ തന്നെ വെക്കാം, യാതൊരു പ്രശ്നവുമില്ല. അപ്പം നല്ല രീതിയിൽ നമ്മുടെ മുടി കറക്കാൻ സഹായിക്കുന്നത് മാത്രമല്ല നമ്മുടെ മുടി വളർച്ചയെ ഒത്തിരി സഹായിക്കുന്നു. ഇനി നിങ്ങളുടെ തലയിൽ താരനുണ്ടെന്നിരിക്കട്ടെ, താരനും ചൊറിച്ചിലും ഉണ്ടെന്നിരിക്കട്ടെ, നിങ്ങൾ ഈ എണ്ണയിലേക്ക്, കാച്ചി വെക്കുന്ന എണ്ണയിലേക്ക് നിങ്ങൾ ഒരു 2 ക്യാപ്സൂള് കർപ്പൂരം കടയിൽ വാങ്ങിക്കാൻ കിട്ടും, ഹിന്ദുക്കളൊക്കെ ഉപയോഗിക്കുന്ന കർപ്പൂരമില്ലേ, അത് 2 ചെറിയ ക്യാപ്സൂള് പൊടിച്ചിട്ടിട്ട് മിക്സ് ചെയ്തിട്ട് അങ്ങ് വെക്കുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഞാൻ പറയുന്ന രീതിയിലാണ് നിങ്ങൾ തലയിൽ തേച്ച് കൊടുക്കേണ്ടത്. അല്ലാതെ നിങ്ങൾ ഈ ഒരു എണ്ണ തേച്ച് വെറുതെ തലയിലോട്ട് തേച്ച് പിടിപ്പിച്ചിട്ട് യാതൊരു കാര്യവുമില്ല. അപ്പോൾ എന്ത് ചെയ്യണം, ഒരു ആവശ്യമുള്ളത്ര എണ്ണ എടുക്കുക ഒരു ബൗളിലേക്ക്. എന്നിട്ട് കോട്ടൺ വെച്ചിട്ട് നല്ല രീതിയിൽ തേച്ച് പിടിപ്പിക്കുക. ഇല്ലെങ്കിൽ കൈ കൊണ്ട് മുക്കി തേക്കാം. അപ്പം ഞാനിങ്ങനെ ശീലമായതുകൊണ്ട് കൈ കൊണ്ടാണ് തേക്കുന്നത്. നിങ്ങൾക്കത് ശീലമല്ലെങ്കിൽ നിങ്ങൾ കോട്ടൺ മുക്കി തേച്ച് കഴിഞ്ഞാൽ കുറേ പ്രാവശ്യം തേച്ച് പിടിപ്പിക്കാൻ നമുക്ക് കാണും. ഇതുപോലെ സ്കാൾപ്പിലോട്ട് നന്നായിട്ട് മുടി വകഞ്ഞ് സ്കാൾപ്പിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. കുഞ്ഞു മക്കൾക്ക് തേച്ചാലും ഇതുപോലെ തന്നെ സ്കാൾപ്പിൽ തേച്ച് പിടിപ്പിക്കണം. അതിനുശേഷം ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ, എല്ലാ വീഡിയോസിലും പറയുന്ന പോലെ തന്നെ, മുഖത്തായാലും തലയിലായാലും ഒക്കെ നമ്മൾ നല്ല രീതിയിലുള്ളൊരു മസാജ് കൊടുക്കണം. മസാജ് കൊടുക്കുമ്പം നമ്മുടെ നല്ല തലയിലുള്ള ബ്ലഡ് സർക്കുലേഷൻ നല്ല രീതിയിൽ, അതായത് എവിടെ ചെയ്താലും അവിടെ നല്ല രീതിയിൽ ബ്ലഡ് സർക്കുലേഷൻ നന്നായിട്ട് കൂടും. രക്തയോട്ടം കൂടുമ്പോൾ നമ്മുടെ മുടി വളർച്ചയെ സഹായിക്കും, മുടിക്ക് കരുത്ത് നൽകും, എല്ലാം നൽകും നമ്മുടെ ഒരു മസാജ്. മസാജിന് ശേഷം ഒരു 5 മിനിറ്റ് മസാജ് ചെയ്യുക. അതിനുശേഷം മൈൽഡ് ഷാമ്പു, വീര്യം കുറഞ്ഞ ഷാമ്പു ഉപയോഗിച്ച് നിങ്ങൾക്ക് തലമുടി വാഷ് ചെയ്യാവുന്നതാണ്. നരമുടിയും മുടികൊഴിച്ചിലും ഉള്ളവരെ ഒരു മാസം അടുപ്പിച്ച് തേക്കുക. അതിനുശേഷം 1-2 ഇടവിട്ട് തേക്കാൻ ശ്രമിക്കുക. നമ്മുടെ ഒരു ഹെയർ ഓയിൽ എല്ലാവരും കണ്ടല്ലോ, വളരെ കുറച്ച് സാധനമല്ല, കറിവേപ്പിലയും അങ്ങനെ. പക്ഷേ വേറൊരു കാര്യങ്ങളുണ്ടോ, ഇതിൻ്റെ കൂടെ കരിഞ്ജീരകവും ഇട്ടാൽ കുറച്ചുകൂടെ നല്ലതാണ്. അപ്പം ഞാൻ കരിഞ്ജീരകം ഇല്ലാത്തതുകൊണ്ട് ഇടായിരുന്നതാണ്. കരിഞ്ജീരകം കൂടെ ഇട്ട് ചെയ്യുവാണെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് എഫക്റ്റ് കൂടും. അപ്പം നിങ്ങൾ ഒരു 2-3 സ്പൂണ് കരിഞ്ജീരകം കൂടെ ആ ഒരു പിന്നെ എണ്ണയ്ക്കകത്തിടുകയോ അല്ലെങ്കിൽ ഒന്ന് വറുത്തിട്ടിടുകയോ എങ്ങനെ വേണമെങ്കിലും ചേർക്കാം, ഒരു കുഴപ്പവും. നല്ല രീതിയിൽ മുടി കറക്കാൻ, കട്ടക്കറുപ്പാകാൻ സഹായിക്കുന്ന ഒരു ഹെയർ ഓയിലാണ്. തീർച്ചയായിട്ടും എല്ലാവരും ഇന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ലേ. അപ്പോൾ കൊച്ചുമക്കൾക്കൊക്കെ നമുക്ക് ഒരു കെമിക്കലും ഇല്ലാതെ യൂസ് ചെയ്യാം. ഒരു ചെറിയൊരു മുടിയൊക്കെ നരയൊക്കെ വന്ന് തുടങ്ങിയ മക്കൾക്കൊക്കെ തേച്ച് കൊടുത്താൽ നല്ല റിസൾട്ട് കിട്ടും. അപ്പോൾ ചെയ്യുമ്പോൾ എന്നാണ്, പതിവായിട്ട് ചെയ്യുക, ഒരു മാസം അടുപ്പിച്ച് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ചെയ്തുകൊണ്ടേയിരിക്കുക. അപ്പോൾ ഈ പ്രായഭേദമന്യേ ആണിനും പെണ്ണുങ്ങൾക്കും എല്ലാവർക്കും ഉപയോഗിക്കാതെ ഒരു ഓയിലാണ് ഞാൻ പ്രിപ്പയർ ചെയ്ത് കാണിച്ചത്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് മുടി വളർച്ചയ്ക്കും നല്ലതാണ്, താരം പോകാൻ നല്ലതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ലേ. അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്ന എല്ലാ കൂട്ടുകാർക്കും ബൈ.